ആകെ വിഷമായി പോയല്ലോ. സോറി കേട്ടോ. അതങ്ങനെ നമ്മൾ അടുത്ത സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും കേട്ടോ. ഇത് ചില സിനിമ വരാം. അല്ല എന്താണെന്നറിയോ, നമ്മൾ നല്ല രസമായിട്ടുള്ളൊരു സീന ചേച്ചി എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ ഗംഭീര സ്ക്രീൻ പ്ലേ ഉള്ള ഒരു മലയാള സിനിമ രേഖാചിത്രം. ഇന്നലെ സിനിമ റിലീസായി. ഞാൻ ലേറ്റ് ആയിട്ട് ഇന്നലെ രാത്രിയിലാണ് പോയി പടം കണ്ടത്. അതുകൊണ്ട് തന്നെ റിവ്യൂ ഇട്ടപ്പോൾ താമസിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് റീച്ച് കമ്മിയാണ്. പക്ഷെ സാരമില്ല. പക്ഷെ ഈ വീഡിയോ പറ്റുമെങ്കിൽ എല്ലാവരും കാണുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ സിനിമയുടെ മെയിൻ ക്യാരക്ടർ ചെയ്ത നമ്മുടെ ആസിഫ് അലി എന്ന് പറയുന്ന നടനെ പറ്റിയും ആ ഒരു വ്യക്തി മനുഷ്യസ്നേഹി ആയിട്ടുള്ള ഒരു ആസിഫ് അലിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ വനിതാ വിനിത എന്ന് പറയുന്ന തിയേറ്ററിൽ ആസിഫ് അലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ. അവിടെ ഈ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, ഒരു ചേച്ചി ഉണ്ടായിരുന്നു സിനിമ കാണാൻ. ഈ ചേച്ചി ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കരഞ്ഞതിന്റെ കാര്യം, ഈ ചേച്ചി ആ സിനിമയിൽ അഭിനയിച്ച കുറെ ഭാഗങ്ങളൊന്നും ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ചേച്ചി കരഞ്ഞത്. എനിക്ക് അതും കേട്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ മീഡിയ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പം ഈ ചേച്ചി കരഞ്ഞ വീഡിയോ ഒന്നും ആരും എടുത്തിട്ടില്ല. എടുത്തിട്ടുള്ളവരെ കൊണ്ട് പോലും ഇത് പുറത്ത് വിടിയിച്ചിട്ടില്ല. നിങ്ങളെങ്ങും കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചേച്ചി കരയുന്ന വീഡിയോ തിയേറ്ററിൽ വെച്ച്. അതിനുശേഷം ഇവര് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ വെച്ച്. അവിടെ ആസിഫ് അലിയൊക്കെ ഉണ്ടായിരുന്നു, അനശ്വരയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ആസിഫ് അലി ഈ ഒരു ചേച്ചിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ കണ്ടത്. എനിക്ക് അതും കേട്ടപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയില്ല. പക്ഷെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ വീഡിയോ, അതായത് ഈ ചേച്ചി കരയുന്ന വീഡിയോ പുറത്ത് പോകരുത് എന്ന് പറഞ്ഞ നിമിഷമാണ് എനിക്ക് ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം അവർക്ക് ആ ഒരു കരച്ചിൽ വിറ്റ് മാർക്കറ്റ് ചെയ്യണ്ട ഈ പടത്തിന്. ആ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്താണെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി ഈ ഒരു വിഷയത്തെ പറ്റി. എന്തായാലും ആസിഫ് അലിക്ക ഈ ക്രൗൺ പ്ലാസയിൽ വെച്ച് ഈ ചേച്ചിയെ കണ്ട് സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് കാണുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നടനിൽ ഞാൻ കണ്ട ഒരു വലിയൊരു മനുഷ്യൻ, അത് എനിക്ക് നല്ല രീതിയിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതും കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. അതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കാണുക. ആകെ വിഷമായി പോയല്ലോ. സോറി കേട്ടോ. അതങ്ങനെ നമ്മൾ അടുത്ത സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും കേട്ടോ. ഇത് ചില സിനിമ വരാം. അല്ല എന്താണെന്നറിയോ, നമ്മൾ നല്ല രസമായിട്ടുള്ളൊരു സീന ചേച്ചി എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. ചില സിനിമകളെ നമുക്ക് ലെങ്ത് പ്രശ്നം വരുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കും. എനിക്കും സന്തോഷത്തിന് പറഞ്ഞിട്ട് ചേച്ചി വിശ്വസിക്കാനല്ല. ഉറപ്പായിട്ടും ഉണ്ടാവും. ജോഫിന് അവരെല്ലാരും വന്നോണ്ടിരിക്കുന്ന പിന്നെ എല്ലാരോടും പറയും കേട്ടോ. എന്നോട് പറഞ്ഞു. എനിക്ക് ഞാൻ അന്ന് അവളെ ചേച്ചി കരവുണ്ട്, ഞങ്ങൾക്ക് എല്ലാം വരും. ഇനി അങ്ങനെ കരയരുത്. ശരി, വീട്ടിൽ അന്വേഷണം പറയാം. ശരിക്കും ചേച്ചി ഞങ്ങളോട് സിനിമയിൽ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. ചേച്ചി ഒരു നാടകമാണ്. കുടുംബശ്രീയിലെ ചേച്ചി ഒരു നാടകം നടിയാണ്. ചേച്ചിയുടെ നല്ല രസമുള്ള സീനായിരുന്നു. കുറച്ച് ഹ്യൂമർ ഉള്ളൊരു സീനായിരുന്നു. ചേച്ചി ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് വന്നു. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ട് ഇനി അടിപൊളിയാവും. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. ഇവിടെ കേട്ടോ, നീ വിഷമിക്കട്ടെ. ശരി, കാണാം. പോട്ടെ. സത്യം പറഞ്ഞ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് നല്ല സങ്കടമായി. കാരണം വനിതാ വിനിതയിൽ വെച്ച കരഞ്ഞ ചേച്ചിയാണ്. ആ ചേച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് ആസിഫ് അലിയെ കണ്ടപ്പോഴത്തേക്ക്, ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നടനുണ്ടല്ലോ, ലൈക്ക് അയാൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നിമിഷം ആ ചേച്ചിയായിട്ട് നിന്ന് അവിടെ സംസാരിച്ച ആ ഒരു നിമിഷം അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. സീരിയസ്ലി അതുപോലെയൊക്കെ എല്ലാ നടന്മാർക്കും പറ്റുമോ എനിക്കറിയില്ല. ഭയങ്കര ഗ്രൗണ്ട് ടു എർത്ത് ആയിട്ട് ആ ചേച്ചി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ. എനിക്കിപ്പോ സങ്കടമില്ല, എൻ്റെ ആ സങ്കടം പോയി. ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം തലവൻ എന്ന് പറയുന്ന ഒരു ആസിഫ് അലിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ ജിഫ് ജോയ് ഡയറക്ട് ചെയ്ത സിനിമ.
ആ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഫോറത്തിൽ വെച്ചിട്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയ ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് ലെഫ്റ്റ് സൈഡില് 3 പേരിരിക്കുന്ന ആ ഒരു റോയിലായിരുന്നു അങ്ങേ അറ്റം ജിസ് ജോയ്, സെൻട്രല് ആസിഫിക്ക, സെൻട്രൽ അല്ല അങ്ങേ അറ്റത്ത് ആരുമില്ല, ജിസ് ജോയ് സെൻട്രല്, ഇപ്പുറത്ത് ആസിഫിക്ക, ഇപ്പുറത്ത് ഈ മേളിലോട്ട് കയറുന്ന ആ ഒരു എന്താ നടക്കുന്ന ഇതുണ്ടല്ലോ, സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിലാണ് ഞാൻ ഇരുന്നത്. അപ്പുറത്ത് ഓൺലൈൻ മീഡിയക്കാരുണ്ട്, ഞാനും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഞാൻ ആസിഫിക്കയുടെ തൊട്ടിപ്പുറം ഇരുന്ന് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് സംസാരിക്കാനായിട്ട് ഓരോരുത്തർ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എണ്ണീറ്റ് മേളിലിരുന്നു. കാരണം അവരാരും ഇല്ല. തിരിച്ച് ആസിഫിക്ക വന്നിട്ട് എന്റെ തൊട്ടിപ്പുറത്തെ സീറ്റിലിരുന്നു. അങ്ങേയറ്റത്ത് ജിസ് ജോയും വന്നിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരുമായി ഇരിക്കുന്നത്. അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ആ ഒരു ട്രെയിലറിനെ പറ്റി, ആസിഫിക്ക ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട് ആസിഫിക്ക, എനിക്ക് അപ്പൊ തോന്നി, ഞാനങ്ങ് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അത് കേട്ടിട്ട് ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് പോവാം. പക്ഷെ എന്നെ പുള്ളി അത്ഭുതപ്പെടുത്തി. കാരണം ആ മനുഷ്യൻ എന്റെ അടുത്തോട് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് കൈ കൊടുക്കാൻ എനിക്കൊരു മടിയാ, ഇങ്ങോട്ടേക്ക് കൈ തന്ന ഒരു ഷൈക്കാൻഡൊക്കെ തന്ന് എന്നോട് ഒരു 2 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. ട്രെയിലർ കൊള്ളാം, പക്ഷെ പടം നന്നായിട്ട് ഓടും, എനിക്ക് അറിയത്തില്ല, സിനിമകൾ ഓടിയാൽ മതി ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു മിനിറ്റ് 2 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. ലിറ്ററലി എനിക്ക് അപ്പോഴാണ്, എനിക്ക് അതുവരെ ഒരു താടജാടയുള്ള ഒരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിച്ച ഞാൻ, ആ പുള്ളി എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ലൈക്ക് ശരിക്കുള്ള ഒരു നല്ലൊരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. അന്ന് എനിക്ക് മനസ്സിലായതാണ് ഹീസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും ആ ചേച്ചി തന്നെ പറയുന്നത് കേട്ടില്ല, എനിക്കിത് മതി, ലൈക്ക് ഞാൻ ഹാപ്പിയായി, ഞാൻ സന്തോഷവതിയായി. കാരണം ആദ്യമേ കരഞ്ഞതാണ് ആ ചേച്ചി. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഓൺലൈൻ മീഡിയാസ് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അവിടെ വെച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ചേച്ചിയുടെ പോർഷൻസ് കുറെ പോയി. ആസിഫ് അലിയും പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ, നല്ല ഗംഭീരമായിട്ട് ആ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ പോയി ഇല്ല. അത് നമുക്ക് ആ സിനിമയുടെ ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിന്റെ എഡിറ്ററെ ആണെങ്കിലും ശരി, ആ സിനിമയുടെ ഡയറക്ടറെ ആണെങ്കിലും ശരി, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റോളം ഉണ്ട് ആ സിനിമ. എനിക്ക് തോന്നുന്നു, അതെ, ഏകദേശം അത്രയും മിനിറ്റ് ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു സിനിമയിൽ കുറച്ച് പോർഷൻസ് എവിടെയാണെങ്കിലും കട്ട് ചെയ്ത് കളയണം. അവർക്കപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, ആ ചേച്ചിയുടെ വില കുറച്ച് കാണുന്നതല്ല ഞാൻ, പക്ഷെ ആ ചേച്ചിയുടെ പോർഷൻസ് ആയിരിക്കും അതിനകത്ത് എളുപ്പത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്. ബാക്കി എവിടെയെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞതായിരിക്കും. അതിൽ അവർക്ക് ആസിഫ് അലി തന്നെ നേരിട്ട് വന്ന് പുള്ളി തന്നെ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ആസിഫ് അലി ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, വേറൊരു ഓഫറും ഉണ്ട്. ആസിഫ് അലിയുടെ അടുത്ത പടത്തിൽ ആ ചേച്ചി എന്താണെങ്കിലും അഭിനയിക്കും എന്നുള്ളൊരു ഓഫറും കൂടെയും ആസിഫ് അലി ആ ഒരു ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് വീണ്ടും തെളിയിക്കുകയാണ് ഈസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു കാര്യം. ഇല്ലെങ്കിൽ പുള്ളിക്ക് വരേണ്ട കാര്യം പോലും ഇല്ല. വന്ന ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കരഞ്ഞ കാര്യം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇനി അതും കുറെ പേര് പറയും ചിലപ്പോൾ പ്രൊമോഷന്റെ ഭാഗമാണെന്ന്. അങ്ങനെ പ്രൊമോഷന്റെ ഭാഗമാണെങ്കിൽ ആ ചേച്ചി കരഞ്ഞ വീഡിയോ ഓൺലൈൻ മീഡിയാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടത് പുറത്ത് വിടിയിക്കാൻ പറ്റും. ഇവർക്ക് സിനിമാ പ്രവർത്തകർക്ക് അവരതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു വീഡിയോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. അത് ആരെങ്കിലും ഇനി എവിടെയെങ്കിലും ലീക്കൊക്കെ ആക്കി വിടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് ആ ചേച്ചി കരഞ്ഞ വീഡിയോ ഒന്നും പുറത്ത് വിടരുത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ മാൻ, പിന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ഇത് കണ്ടിരിക്കണം. നിങ്ങൾ ഈ അടുത്ത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കിഷ്കിന്ദാകാന്ഡം ഒക്കെ നല്ല സ്റ്റോറി, നല്ല സ്ക്രീൻ പ്ലേ ഒക്കെയാണ്. പക്ഷെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റൈറ്റേഴ്സ് ഈ ഒരു പടം ഇങ്ങനെയാക്കി എടുക്കാൻ. പ്രത്യേകിച്ച് ഒരു പഴയ സിനിമയുടെ ഒരു സെറ്റൊക്കെ കാണിച്ച് അതൊക്കെ ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് കണക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയല്ല. പിന്നെ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലെ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നതാണ്. ഇതിന്റെ അടിയിൽ വന്ന കമന്റുകൾ, മാൻ, ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആസിഫ് അലിക്കുള്ള നല്ല പോയിന്റ്, നല്ല പ്ലസ് പോയിന്റ്. മണി കഴിഞ്ഞാൽ സാധാരണക്കാരൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ. മമ്മൂക്കൊന്നുമില്ല. അയാളുടെ സ്നേഹവും അവരുടെ സന്തോഷവും. ഇങ്ങനെയാകണം മനുഷ്യൻ. ഒരുപാട് ഇഷ്ടം ആസിഫ്. ജെനുവിനാണ് ഇയാൾ. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് ഇയാളിൽ നിന്നും. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ നിന്നും ഒഴിവാക്കിയ ആ സീൻ കാണേണ്ടവർ താഴെ. ഇതൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ. നന്മ നിറഞ്ഞവൻ ആസിഫ് അലി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതിലും വലിയ അംഗീകാരം ആ ചേച്ചിക്ക് ഇനി കിട്ടാനില്ല. ആസിഫ്, അത് ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നടന്മാര് ചെയ്യുമോ എനിക്കറിയില്ല. എല്ലാ നടന്മാരും അവരുടെ സിനിമയിൽ അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അവരഭിനയിച്ച പോർഷൻസ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവർ കരഞ്ഞതിന് അവരെ പോയി പാമ്പർ ചെയ്യുന്ന ഒരു നടനെ ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഉണ്ടായ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പല നടന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നടിമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മനുഷ്യനെ, ലൈക്ക് ഗ്രൗണ്ട് ടു എർത്ത്,
എത്രയൊക്കെ ആൾക്കാരെ കണ്ടാലും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വെറുപ്പിക്കാതെ പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിതൊന്നും വന്ന് പറയണമെന്ന് തോന്നി, പ്രത്യേകിച്ച് ഈ ഒരു ചേച്ചിയുടെ ഇങ്ങനെ ഒരു സംഗതിയും കൂടെ കണ്ടപ്പോൾ ആരും ഈ സിനിമയെ ഇനി കുറ്റം പറയാനായിട്ട് ഇറങ്ങണ്ട, സിനിമാക്കാർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അതിനുള്ള പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പുള്ളി വന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത്തിരി ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, സിനിമയിൽ കട്ട് എഡിറ്റ് ചെയ്ത് കളയുന്ന പരിപാടി ഉള്ളതാണ് ചില പോർഷൻസ്, കാരണം ചെയ്തേ പറ്റുള്ളൂ, ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റിയത് ഈ ചേച്ചിയുടെ പോർഷൻസ് ആയതുകൊണ്ട് അവർ ചെയ്ത് കളഞ്ഞു. അതിനകത്ത് നമുക്ക് ഒരിക്കലും ആ ഒരു സിനിമാ പ്രവർത്തകരെ കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പക്ഷെ അതൊക്കെ കട്ട് ചെയ്താൽ ചിലപ്പോൾ ബോറായിരിക്കും. ഇതിന്റെ ഫസ്റ്റ് ഹാഫില് കുറച്ച് പോർഷൻസ് ലാഗ് എന്ന് പറയാൻ പറ്റില്ല, ചില സാധനങ്ങൾ കുറച്ചൊരു തുള്ളി ഇച്ചിരി വലിച്ചു നീട്ടൽ പോലെ എനിക്ക് തോന്നി. വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഈ ചേച്ചിയുടെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊരു തേർഡ് പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് പറയാം. പക്ഷെ അറ്റ് ലാസ്റ്റ് അപ് ടു ദ എൻഡ് ഇതിന്റെ ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. ആ പോർഷൻ ചിലപ്പോൾ കട്ട് ചെയ്താൽ അതിന്റെ കണക്ടിവിറ്റി പോകും എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ജോഫിൻ പി ചാക്കോ പുള്ളിയുടെ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? ഗംഭീര ഒരു സിനിമ, ഫാമിലി എന്റർടൈനർ. ഒരു ഫാമിലി എന്റർടൈനർ എന്ന് ഞാൻ പറയാൻ കാരണം ഒരു ഗംഭീര ക്രൈം ത്രില്ലറാണ്. പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക.